ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളെ, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, പാർട്ടിയുടെ എല്ലാം അദ്ദേഹത്തെ ഈ CPM-നെ സംബന്ധിച്ചോളം അല്ലെ കേരള പാർട്ടിയെ സംബന്ധിച്ചോളം ഒരു ഏകാധിപതിയാക്കി മാറ്റിയത് ആരാ? സത്യം പറഞ്ഞ അദ്ദേഹം സ്വയം ആയതാണ്. ആ കസേരയിലേക്കല്ല, ആ സ്ഥാനത്തേക്ക് അദ്ദേഹം കയറി നിന്നതാ. പക്ഷേ അത് പാർട്ടി സമ്മതിച്ചു കൊടുക്കുകയല്ലേ ചെയ്തത്. അങ്ങനെ പാർട്ടിയുടെ പരമാത്മാവും ജീവാത്മാവുമായിട്ട് മാറുന്ന ഒരാള്, അല്ലെങ്കിൽ ഏകഛത്രാധിപതി, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എതിർവായില്ലെന്ന് കഴിഞ്ഞ 15 കൊല്ലമായിട്ട് അതാണ് സ്ഥിതി. അപ്പൊ അങ്ങനെ ഒരാള് ഏകാധിപത്യ പ്രവണത കാണിക്കാതിരിക്കുമോ? അദ്ദേഹത്തിന് തോന്നിയതുപോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകത്തില്ലയോ? അതല്ലയോ എല്ലാ സംഘടനകളിലും രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ നടക്കുന്നത്. അങ്ങനെ ഒരാളെ ചോദ്യം ചെയ്യാനാവാത്ത ഒരു പദവിയിലേക്ക് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഉയർത്തി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാല് അദ്ദേഹം ഒരു തിരുമടയനാണെങ്കിൽ മാത്രമേ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കിട്ടിയ അധികാരം, ആ ഏകാധിപത്യ അധികാരം, ആ രാജാധികാരം, രാജാക്കന്മാരുടെ രാജാവ് എന്നുള്ള ഒരു പദവി അദ്ദേഹം ഉപയോഗിക്കുക തന്നെ ചെയ്യും. അത് അദ്ദേഹം ഉപയോഗിക്കുന്നു. അതിനെന്തിനാ കുറ്റം പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ട് എന്താ പ്രയോജനമുള്ളത്? വാസ്തവത്തിൽ അതല്ലയോ നമ്മുടെ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പിണറായി വിജയന് ഇപ്പോൾ പാർട്ടിയിലുള്ള ഒരു പദവി, സ്ഥാനം, അത് കണ്ടിട്ട് പാർട്ടി പ്രവർത്തകന്മാരൊക്കെ ഞെട്ടിയിരിക്കുക. കേരള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആരാണ്? ദേശീയ പാർട്ടി തന്നെ അദ്ദേഹം വൺ ക്വസ്റ്റ്യൻ ഉണ്ടാ, ചോദിക്കാനും പറയാനും ആളില്ല, അക്ഷരം ഒരാൾ മിണ്ടില്ല. കാരണം അവിടെ AK ഭവനില്ല, ഡൽഹിയിലെ പാർട്ടി ഓഫീസിൽ, അവിടെ വെള്ളത്തിനും കറണ്ടിനും കാശ് കൊടുക്കണമെങ്കിലേ, ചാർജ് കൊടുക്കണമെങ്കിൽ ഇവിടെ കേരളത്തിൽ നിന്ന് കാശ് ചെല്ലണം, പിണറായി വിജയൻ അയച്ചു കൊടുക്കണം, എങ്കിലും ഇവിടെ പാർട്ടി ഓഫീസ് നടക്കത്തുള്ളൂ. അതാണ് അവസ്ഥ. അപ്പൊ പിന്നെ ദേശീയ തലത്തിൽ അദ്ദേഹം വൺ ക്വസ്റ്റ്യൻ ഉണ്ടാ. അപ്പൊ അദ്ദേഹത്തിന്റെ പദവി എന്താ? അത് സോവിയറ്റ് പാർട്ടിയിൽ സ്റ്റാലിൻ ഉണ്ടായിരുന്ന പദവിയാണോ? അതോ ചൈന പാർട്ടിയിലെ മാവോ സേതുങ്ങിന് തുല്യമായ ഒരു സ്ഥാനമാണോ? അതോ ഇപ്പൊ നോർത്ത് കൊറിയയിൽ, ഉത്തര കൊറിയയില് കിം ജോങ് ഉന്നിന് സമാനമായ ഒരു പദവിയാണോ? പ്രവർത്തകന്മാര്, പാർട്ടി കേഡർമാര് ഇത് കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുണ്ടോ? സംസ്ഥാന സമ്മേളനത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? വിമർശനങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? ആഭ്യന്തര വകുപ്പ് വളരെ ക്ലീൻ ആയിരുന്നോ? സർക്കാർ 100% മികച്ച സർക്കാരായിരുന്നു. പക്ഷെ ആരും ഒന്നും മിണ്ടിയില്ലല്ലോ. എന്താണ് ഇങ്ങനെയെന്ന് നാട്ടുകാര് ചിന്തിച്ചോട്ടെ, അത് വേറെ കാര്യം. അവന്മാർക്ക് ഈ പാർട്ടിയുടെ കാര്യത്തിൽ എന്താ കാര്യം? പക്ഷെ പാർട്ടി കേഡർമാർ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. സാധാരണഗതിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഒരു ഏകാധിപത്യ പ്രവണതയുണ്ട്. അങ്ങനെയാണ് ആ പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനവും പ്രവർത്തന രീതിയും ഒക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. അത് ശരിയാവും. പക്ഷെ എന്നാലും ഈ പാർട്ടിക്ക് അകത്തൊരു ജനാധിപത്യം ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു ജനാധിപത്യം നമ്മുടെ CPM-ൽ ഇപ്പം കാണാനില്ല. അതാണ് പാർട്ടി പ്രവർത്തകരെ അമ്പരപ്പിക്കുന്ന ഒരു വസ്തുത. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു സംവിധാനത്തില് ഇങ്ങനെ ഒരാൾക്ക് ഏകാധിപത്യം ലഭിച്ചാൽ അദ്ദേഹം എന്തോ ചെയ്യുക? അദ്ദേഹം ആദ്യം ചെയ്യുന്നത് തനിക്കെതിരായിട്ട് പാർട്ടിയിൽ ഉയർന്നു വരാൻ ഇടയുള്ള ആളുകളെ വെട്ടും. അത് പിണറായി വിജയനല്ല, അത് AK ബാലനാണേലും ചെയ്യും. അതിപ്പോ കടകംപള്ളി ആണേലും അല്ലെങ്കിൽ P ജയരാജനാണേലും ചെയ്യും. അതാണ് അതിന്റെ രീതി. അതുകൊണ്ടാണ് 5 വർഷം മുമ്പ് തന്നെ ഈ 75 വയസ്സെന്നും അതുപോലെ തന്നെ ഈ 2 ടേം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തോമസ് ഐസക്, AK ബാലൻ, G സുധാകരൻ മുതലായ ആളുകളെ അങ്ങ് അടിയോടെ വെട്ടിയത്. പിന്നെ ഈ പാർട്ടി കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് രണ്ടാമത് പിണറായി വിജയൻ സർക്കാർ വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേറൊരു പേര് കേട്ടു, ശൈലജ ടീച്ചർ. ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ ടീച്ചർ എന്തോ ചെയ്തു എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അങ്ങനെ ഒരു പേര് വന്നത്. ചേട്ടാ, ഇവിടെ ഒറ്റ ക്യാപ്റ്റൻ മാത്രമായിട്ട് ഇരിക്കുമ്പോഴാണ് മറ്റൊരു വനിതാ ക്യാപ്റ്റൻ. അത് നമ്മൾ സമ്മതിക്കുമോ? സീറ്റൊക്കെ കൊടുത്തു, അസംബ്ലിയിലേക്കൊക്കെ ജയിപ്പിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് പാർലമെന്റ് വന്നപ്പോൾ ഒരു ശ്രമം നടത്തിയതാ നേരെ ഡൽഹിക്ക് വിടാൻ. അത് പക്ഷെ വടകരയിലെ ജനങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നത് കൊണ്ട് അത് നടന്നില്ല. ഇനി കഴിഞ്ഞ തവണത്തെ ഗവൺമെന്റ് പ്രവർത്തനം നോക്ക്. ആദ്യ സർക്കാരിന്റെ സമയത്തെ മുദ്രാവാക്യം കടക്കൂ പുറത്ത് എന്നായിരുന്നു. അത് പാർട്ടിക്ക് പുറത്തുള്ള ഇഷ്ടമില്ലാത്തവരെ കടക്കൂ പുറത്ത്, അത് നടപ്പാക്കി. അതുപോലെ പാർട്ടിക്കുള്ളില് ആജ്ഞാനുവർത്തികളല്ലാത്തവരെയൊക്കെ ഒഴിവാക്കി, ഓരോരോ കാരണം പറഞ്ഞ് ഒഴിവാക്കി. ഇഷ്ടക്കാരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ഇപ്പൊ മുഹമ്മദ് റിയാസ് നോക്കുമ്പോൾ ആള് മരുമകനാ, മകളുടെ ഭർത്താവാ. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ പരിഗണന CPM-ന്റെ ചരിത്രത്തിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 4ാമത്തെ വർഷം അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗമായി. M സ്വരാജാണ് അങ്ങനെ വന്നൊരാള്. പക്ഷെ M സ്വരാജിന് കുറെ കൂടെ പാരമ്പര്യവും പശ്ചാത്തലവും ഉണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാ. പക്ഷേ ഈ മുഹമ്മദ് റിയാസിന് എന്താ ഉള്ളത്? മരുമകൻ എന്നുള്ള പദവി കൂടാതെ അതിനപ്പുറത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു സീറ്റില്
CPM ജയിക്കാവുന്ന ഒരു സീറ്റിൽ മത്സരിപ്പിച്ച് ജയിക്കുന്നു. ആദ്യമായിട്ട് നിയമസഭയെ വരിക, ഫസ്റ്റ് ടൈം MLA. കൊടുത്ത നല്ല ഒന്നാം തരം 2 വകുപ്പുകളാണ് മന്ത്രിയാക്കി. കൊടുത്ത നല്ല ഒന്നാം തരം നല്ല നല്ല ഗടാഗടിയൻ 2 വകുപ്പുകൾ, ഒന്ന് ടൂറിസം, ഒന്ന് PWD. അതിനിടെ ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗം. ഇപ്പൊ കേൾക്കുന്നത് അടുത്ത മധുര കോൺഗ്രസിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാകുമെന്നാണ്. അതാ പറഞ്ഞത്, ഇഷ്ടക്കാർക്ക് അവസരങ്ങൾ മറ്റാർക്കും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ പാർട്ടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നവകേരള യാത്ര നടത്തി. അപ്പോൾ അവിടെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ പിള്ളേർ പ്രതിഷേധിച്ചു. അമ്മമാരെ എടുത്തിട്ട് അടിച്ചു DYFIക്കാർ SFIക്കാർ കൂടെ. അപ്പൊ എന്തുവാ പറഞ്ഞത്? സ്വരക്ഷ, ആത്മരക്ഷ, ഈ വക കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചുല്ലസിക്കുക അദ്ദേഹം ചെയ്തത്. പിന്നെ ധാരാളം വാഴ്ത്തുപാട്ടുകൾ. ഇന്ന് ഈ പാർട്ടി ഭൂലോകമെങ്ങും അറിയാനുള്ള കാരണം ഈ കാരണഭൂതൻ അതൊരു തിരുവാതിരപ്പാട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന മറ്റുമാണ് അവരുടെ സംഘടനയുടെ പേര്, അതിന്റെ വാർഷികത്തിന് 100 യുവതികളും കുറെ യുവാക്കളും ചേർന്ന് പാടുകയാണ്. അത് കേട്ട് അദ്ദേഹം ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഘടന കണ്ടാൽ കേരളത്തിൽ കണ്ണൂർ എന്ന് പറയുന്ന ഒരു ജില്ല മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. വാരിക്കോരി കൊടുത്തിരിക്കുക സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. അതേസമയം തിരുവനന്തപുരം കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയതാ. 1-2 സീറ്റാണ് UDFന് കിട്ടിയത്. അവിടെ ഒരു സെക്രട്ടേറിയറ്റ് അംഗമില്ല. അവിടെ നിന്ന് കടകംപള്ളി ആഗ്രഹിച്ചിരുന്നതാ. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ആനാവൂർ നാഗപ്പൻ. ഇത്തവണ ഒരാൾ പോലും ഇല്ല. പിന്നെ ഏറ്റവും രസകരമായ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് വരെ, ജില്ലാ സമ്മേളനം വരെ, അതായത് ജില്ല, ഏരിയ, ലോക്കൽ മുതലായ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ ധാരാളം ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉണ്ടായതാ. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ഭരണത്തിനെതിരെ. പക്ഷെ അത് എന്തുകൊണ്ടാണ് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിലേക്ക് വന്നപ്പോൾ അത് ഇല്ലാതായി പോയത്, ആവിയായിപ്പോയി. മുഖ്യമന്ത്രിക്കെതിരായിട്ട് വിമർശനമില്ല. അദ്ദേഹം വിമർശനത്തിന് അതീതനാണ്. അല്ലെങ്കിൽ വിമർശനത്തിന് ഒരു കാരണമില്ല മുഖ്യമന്ത്രിയെ കുറിച്ച്. ഇത് ഏതെങ്കിലും ഒരു CPM പാർട്ടി സമ്മേളനത്തിൽ നടക്കുന്ന കാര്യമാണോ? അല്ലെങ്കിൽ തുടക്കം മുതലേ അദ്ദേഹം വിമർശനങ്ങൾക്ക് അതീതനാണ് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ ജില്ലകളിലും, കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വരെ ഉണ്ടായതാണ്. അവിടെ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ. അതേസമയം പാവപ്പെട്ട നമ്മുടെ ഗോവിന്ദൻ മാഷ്, അദ്ദേഹം വളരെ വിഷമിച്ചാണ് ഈ ഗവൺമെന്റിനെ ന്യായീകരിക്കുന്നത്. സൈദ്ധാന്തപരമായിട്ടൊക്കെ പ്രത്യയശാസ്ത്രപരമായിട്ടൊക്കെ അത്ഭുതകരമായ ന്യായീകരണങ്ങൾ നിരത്തി അദ്ദേഹം പിണറായി വിജയനെ രക്ഷിച്ചുകൊണ്ടിരിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതൊക്കെ നമ്മൾ കേട്ടതാണല്ലോ, ഞാൻ അതിലേക്കൊന്നും വീണ്ടും പോകുന്നില്ല. അത്തരത്തിൽ വളരെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വിമർശനങ്ങളുടെ കൂത്തൊഴുക്ക് എങ്ങനെയുണ്ട്? എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത്? അപ്പോ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം സത്യം പറഞ്ഞാൽ പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് അങ്ങ് ഒതുങ്ങിപ്പോയി. അതാ വാസ്തവത്തിൽ സംഭവിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയണ്ടേ, എല്ലാവരും 75-ാമത്തെ വയസ്സിൽ വിരമിക്കുക, അല്ലെങ്കിൽ പാർട്ടി സ്ഥാനങ്ങൾ വിടുക, അല്ലെങ്കിൽ 2 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുന്നു. എനിക്കും അത് മതി, ഞാൻ അടുത്ത മെയിൽ 80 വയസ്സ് തികയുകയാണ്, എന്നെയും ഒഴിവാക്കണം എന്നല്ലേ അല്പം ജനാധിപത്യ ബോധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയേണ്ടത്? അങ്ങനെ ആരെങ്കിലും വല്ലതും കേട്ടോ? സംസ്ഥാന സമ്മേളനത്തിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞുവെന്ന് ആരെങ്കിലും അറിഞ്ഞോ? ഇല്ലല്ലോ. ഇപ്പോഴും ഞാൻ തന്നെയാണ്. ഞാൻ വേണം പാർട്ടിയെ നയിക്കാൻ. ഇനി അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ പാർട്ടിയെ വേണം. ഞാൻ ചോദിച്ചോട്ടെ, എക്സാലോജിക്ക് പോലൊരു ഇഷ്യൂ ചെയ്തു കൊടുക്കാത്ത സേവനത്തിന് 1.72 കോടി രൂപ വാങ്ങിയതാ. എണ്ണി ചക്കച്ചുള പോലെ എണ്ണി വാങ്ങിച്ചതാ. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. മറ്റേതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ ഒരു ചോദ്യമെങ്കിലും, ഒരു വാക്കെങ്കിലും, എന്തുവാ സാറേ ഈ എക്സാലോജിക്ക്, നാട്ടുകാർ അതുവിധം പറയുന്നുണ്ടല്ലോ, എന്നെങ്കിലും ഒരു ചോദ്യം ഉണ്ടായില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഈ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിപ്പോയ ഒരു കാര്യമാണ്. അസമയം MP ഗോവിന്ദൻ മാഷെ നിലയില്ലാ കാര്യത്തിലിട്ട് വിമർശിക്കുകയും ചെയ്തു പാർട്ടി പ്രതിനിധികൾ. എന്നിട്ട് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, സെക്രട്ടേറിയറ്റിലേക്ക് എന്നെ എടുത്തില്ല, അവരെ എടുത്തില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പാർട്ടി ആ തലത്തിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അനുഭവി രാജ അനുഭവി എന്ന് മാത്രമേ പറയാറുള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്ക് ഇതിൽ കൂടുതൽ അനുഭവിക്കാം. അത്രയേ ഉള്ളൂ.